RSS നേതൃത്വം തിരുവനന്തപുരത്തേക്കാൾ വിശ്വസ്ത സ്ഥലമാണ് തൃശ്ശൂർ. അതുകൊണ്ടാണ് സുരേഷ് ഗോപി മത്സരിച്ചത്. അല്ലെങ്കിൽ സുരേഷ് ഗോപി തിരുവനന്തപുരത്ത് മത്സരിപ്പിക്കാനും തരൂരിനെതിരെ അവിടെ മത്സരിപ്പിക്കാൻ ജയിക്കില്ല. ക്വാളിറ്റിയുള്ള പൊളിറ്റിക്സ് മുമ്പോട്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും മനുഷ്യർ വോട്ട് ചെയ്യുന്ന ഒരു സംസ്ഥാനമാണ് കേരളം ഇപ്പോൾ. കോൺഗ്രസ്സുകാർക്ക് പണ്ടൊരു സ്വഭാവമുണ്ട്, ഞാനൊന്നും എടുത്തു പറയാം. ചില മണ്ഡലങ്ങൾ അവർ വിട്ടുകൊടുക്കും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ചില നേതാക്കൾക്ക് ചില മണ്ഡലങ്ങൾ ജയിക്കാൻ വേണ്ടി ഇവർ മറ്റു ചില മണ്ഡലങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യും. കോൺഗ്രസിന്റെ അങ്ങനെ സ്വഭാവമുണ്ട്. കെ വി തോമസ് അടക്കമുള്ള നേതാക്കൾക്ക് പണ്ടി അങ്ങനെയാണ് ഈ വൈബ്രന്റ് നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരുന്നത്. അല്ല, വൈബ്രന്റ് ബേസിക്കലി ആന്റി കോൺഗ്രസ് മണ്ഡലങ്ങളെ അല്ല. 80s 90s ഉണ്ടായിരുന്ന SFIയുടെ ഒരു പുഷുണ്ട്. ആ പുഷിൻ്റെ ഭാഗമായിട്ട് വന്നതാണ്. അത് മലപ്പുറത്ത് CPM വളർന്ന പോലെ തന്നെ ഈ എറണാകുളത്തിൻ്റെ കിഴക്കൻ ഭാഗത്തും SFIയും CPM ഒരു വളർച്ച ഉണ്ടായിട്ടുണ്ട്. യഥാർത്ഥത്തിൽ എനിക്ക് തോന്നുന്നത് CPM-നും ഇടതുപക്ഷത്തിനും ഉറപ്പ് എന്ന് പറയാനുള്ള ഒരു മണ്ഡലം പോലും എറണാകുളം ജില്ലയിൽ ഉമാ തോമസിനെ മാറ്റി നിർത്താനും ഹെവി വെയിറ്റ് കാൻഡിഡേറ്റ്സ് KC വേണുഗോപാലിൻ്റെയും VD സതീശൻ്റെ അടക്കം. VD സതീശൻ മാറുമെന്ന് നമുക്ക് വിചാരിക്കാൻ പറ്റില്ല. കാരണം അദ്ദേഹം മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു ഒരു നെഗറ്റീവ് മെസ്സേജ് ആയിപ്പോയി. ഇടതുപക്ഷത്തിനും ഒരു കുറച്ച് കഴിയുമ്പോൾ ഇടതുപക്ഷത്തിനും UDF-നും ഒരുപക്ഷെ BJP-ക്കും തുല്യ പ്രാധാന്യമുള്ള രാഷ്ട്രീയ കാലാവസ്ഥ ഒരുപക്ഷെ ഈ 3 ജില്ലകളിൽ വന്നേക്കാം. ഞാൻ നേരത്തെ പ്രതീക്ഷിച്ചിരുന്ന BJP ശരിക്കും നേട്ടം ഉണ്ടാക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്ന ജില്ല പത്തനംതിട്ടയായിരുന്നു. നമ്മൾ അവിടെയൊന്നും BJP-യുടെ ഇപ്പോൾ പന്തളം മുനിസിപ്പാലിറ്റി അവർക്കുണ്ടായിരുന്നു, അവർക്ക് നഷ്ടപ്പെടുകയാണ് ചെയ്തത്. എൻ്റെ കണക്കനുസരിച്ച് കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും വിപ്ലവകാരിയായ മനുഷ്യനാണ് M.M. മണി. ഒരു അസംബ്ലി സീറ്റ് വെച്ചിട്ട് അദ്ദേഹം മാറി നിന്നു എന്നുള്ളത് കൊണ്ട് ഉടുമ്പൻചോലയിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും സംഭവിക്കുമെന്ന് എനിക്ക് തോന്നുന്നേയില്ല. അവിടുത്തെ മനുഷ്യർക്ക് ഈ സർക്കാരിനെ കുറിച്ച് അറിയാം. നമ്മൾ ഇനി വരുന്നത് തൃശ്ശൂർ മുതൽ തിരുവനന്തപുരം വരെയുള്ള 8 ജില്ലകളിലാണ്. ഈ 8 ജില്ലകളിലെ ഒരു പ്രാധാന്യം എന്ന് പറയുന്ന ഇലക്ഷനെ സംബന്ധിച്ചിടത്തോളം ഉള്ളതെന്ന് പറഞ്ഞാൽ കേരളത്തിലെ 80 അസംബ്ലി സീറ്റുകൾ ഈ 8 ജില്ലകളിലാണ്. ഈ 80 അസംബ്ലി സീറ്റുകളിൽ 2021 കണക്കനുസരിച്ചിട്ട് എൻ്റെ ഓർമ്മയെന്ന് പറഞ്ഞാൽ ശരിയാണെങ്കിൽ 30-ൽ താഴെ സീറ്റുകളാണ് UDF-നുള്ളത്. എനിക്കൊരു 26 എത്രയോ മറ്റോ ആണ്. അതിൻ്റെ ഓരോ ജില്ലകളിൽ എടുക്കുമ്പോഴത്തേക്ക് പറയാം. കാരണം തൃശ്ശൂർ ജില്ല തന്നെ ഉദാഹരണത്തിന് എടുക്കാം. തൃശ്ശൂർ ജില്ലയിൽ എനിക്ക് ഒരു സീറ്റ് മാത്രമാണുള്ളത്. എങ്ങനെയായിരിക്കും ഈ തൃശ്ശൂർ ജില്ല ഇതുപോലെ തന്നെ വളരെ നിർണായകമായിരിക്കും? അല്ല, തൃശ്ശൂർ ജില്ലയിൽ തവണ UDF നല്ലൊരു പെർഫോമൻസ് ഉണ്ടാകുന്നതാണ് എൻ്റെ വിശ്വാസം. കാരണം TM പ്രതാപൻ മത്സരിക്കുന്ന സീറ്റ് അദ്ദേഹം മണലൂരിൽ നിന്നാണ് എൻ്റെ വിശ്വാസം. ആ സീറ്റ് അദ്ദേഹത്തിന് ലഭിക്കും. പിന്നെ ഓൾറെഡി ചാലക്കുടിയുള്ള ഒരു സീറ്റ് അത് ലഭിക്കും. പിന്നെ ഈ പറയുന്ന പോലെ ഒല്ലൂർ പോലുള്ള വലിയ ക്രൈസ്തവ ഭൂരിപക്ഷമുള്ള സീറ്റ് UDF-ന് പിടിക്കാൻ കഴിയും. ഇരിങ്ങാലക്കുട പോലും ഈ പറയുന്ന പോലെ അതൊരു ജോസഫ് ഗ്രൂപ്പിനല്ല, വേറൊരു കോൺഗ്രസ് സ്ഥാനാർത്ഥി അവിടെ മത്സരിക്കുന്നെങ്കിൽ നിഷ്പ്രയാസം ഇരിങ്ങാലക്കുട സീറ്റ് പിടിക്കാൻ കഴിയും. അങ്ങനെ 4-5 സീറ്റുകൾ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് കോൺഗ്രസ് നേതൃത്വത്തിന് അല്ലെങ്കിൽ UDF-ന് അല്ലെങ്കിൽ പിന്നെ ഗുരുവായൂർ ഒരു പക്ഷേ മുസ്ലിം ലീഗിന് നല്ലൊരു സ്ഥാനാർത്ഥിയാണ്, ഗുരുവായൂർ സീറ്റ് അവർക്ക് പിടിക്കാം. അപ്പോൾ അങ്ങനെ ഒരു 4-5 സീറ്റുകൾ പിടിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്കാണ് UDF അവിടെ പോകുന്നത്. പക്ഷെ അവിടെ ഈ BJP-യുടെ വളർച്ച അതൊരു ഈ തൃശ്ശൂർ ജില്ല എന്ന് പറയുന്നത് 67% ഹിന്ദു പോപ്പുലേഷനുള്ള ജില്ലയാണ്. 67% തൃശ്ശൂർ ജില്ലയിലെ മൊത്തം ഹിന്ദു. കാരണം ഈ ക്രൈസ്തവ പോപ്പുലേഷൻ എന്ന് പറയുന്നത് തൃശ്ശൂർ നഗരവുമായി ബന്ധപ്പെട്ട ഒല്ലൂർ പോലുള്ള കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമാണ്. ഒല്ലൂർ, തൃശ്ശൂർ, അത് വടക്കാഞ്ചേരിയുടെ ഒരു ഭാഗം, അങ്ങനെ ഒരു കാരണം പണ്ട് കച്ചവട കേന്ദ്രങ്ങളായിരുന്ന ആ പ്രദേശങ്ങളെ കേന്ദ്രീകരിച്ചിട്ടാണ് ഈ ഇവിടെ അവിടെ എല്ലാം ഈ പറഞ്ഞ അറിയാലോ ചാലക്കുടി. അപ്പോൾ ഈ റോമൻ കത്തോലിക്കർ എന്ന് പറഞ്ഞാൽ അവർ ഈ കച്ചവട കേന്ദ്രങ്ങളായിട്ട് ബന്ധപ്പെട്ടാണ് പണ്ട് പോലെ. അപ്പോൾ വടക്കാഞ്ചേരി, തൃശ്ശൂർ, ഒല്ലൂർ ആ ഒരു സർക്കിളിൽ കിടക്കും. ബാക്കി ഇന്നർ തൃശ്ശൂർ എന്ന് പറയുന്നത് ഈ പറയുന്ന കൊടുങ്ങല്ലൂർ, അതുപോലെ തന്നെ ഈ പറയുന്ന നാട്ടിക, അത്തരം സ്ഥലങ്ങളിലെല്ലാം ഈ പറയുന്ന 67% ഈ ഹൈന്ദവ ഭൂരിപക്ഷമുള്ള തൃശ്ശൂർ. അവിടെ BJP-ക്ക് അതുകൊണ്ടാണ് ഈ സുരേഷ് ഗോപി തൃശ്ശൂർ പോയി നിൽക്കാൻ കാരണം. RSS നേതൃത്വം തിരുവനന്തപുരത്തേക്കാൾ വിശ്വസ്ത സ്ഥലമാണ് തൃശ്ശൂർ. അതുകൊണ്ടാണ് സുരേഷ് ഗോപി മത്സരിച്ചത്. അല്ലെങ്കിൽ സുരേഷ് ഗോപി തിരുവനന്തപുരത്ത് മത്സരിപ്പിക്കാനും തരൂരിനെതിരെ അവിടെ മത്സരിപ്പിക്കാൻ ജയിക്കില്ല. കാരണം വെച്ചാൽ RSS നേതൃത്വം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന തൃശ്ശൂർ ആയതുകൊണ്ട് വെച്ചാൽ അവിടെ ഇവർക്ക് 67% ഹിന്ദു പോപ്പുലേഷൻ ഉണ്ടെന്നുള്ളതാണ്. അത് എങ്ങനെ അപ്പോൾ ഈ BJP അവിടെ നേട്ടങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ അത് CPM-നെയും ബാധിക്കും, കോൺഗ്രസിനെയും ബാധിക്കും. CPM-ന് അവിടെ തൃശ്ശൂർ ജില്ലയിൽ ഈ വലിയൊരു എനിക്ക് തോന്നുന്നത് 1-2 MLA-മാർ, അതെ 1-2 MLA-മാർ, ബാക്കി CPI ആണ് അവിടെ കൂടുതൽ. അപ്പോൾ CPI-യുടെ പരമ്പരാഗത ഇവിടെ CPI വലിയൊരു കൊഴിഞ്ഞു പോക്കും CPI-യുടെ ഈ എന്താ പറയുക അടിത്തറയും അത്ര സുഖകരമല്ല, വളരെ ദുർബലമായ അടിത്തറയുള്ളത്. അപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ എനിക്ക് തോന്നുന്നത് BJP-യുടെ നേട്ടങ്ങളുണ്ടാക്കും. ഇപ്പോൾ തൃശ്ശൂർ നിയോജക മണ്ഡലം പിടിക്കാൻ കഴിയുന്നുള്ള വിശ്വാസത്തിലാണ് BJP പോകുന്നത്. അപ്പോൾ പിന്നെ അത്തരം അങ്ങനെ പോകുമ്പോഴത്തേക്കും BJP ഉണ്ടാക്കുന്ന രാഷ്ട്രീയ നേട്ടം കോൺഗ്രസിനെയും ബാധിക്കും, ഇടതുപക്ഷത്തെയും ബാധിക്കുമെങ്കിലും അവിടെയുള്ള ഈ ക്രൈസ്തവ വോട്ടുകളും മുസ്ലിം വോട്ടുകളും പ്ലസ് കോൺഗ്രസിൻ്റെ പരമ്പരാഗത വോട്ടുകളും ചേരുമ്പോൾ അവിടെ UDF-ന് തൽക്കാലം ഒരു 5 സീറ്റ് 6 സീറ്റിൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് വരും എന്നുള്ളതാണ് ഇപ്പോൾ എനിക്ക് മനസ്സിലാക്കുന്നത്. തൃശ്ശൂർ പ്രധാനപ്പെട്ട UDF-ൻ്റെ മേൽക്കൈ ഉണ്ടാകേണ്ട ഒരു ജില്ലയാണെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്.
അവരുടെ കൂടി കിട്ടിയെങ്കിലേ കോൺഗ്രസിന് ഈ പറയുന്ന നമ്പർ കിട്ടും. അതാണ്. കാരണം ഇപ്പോൾ കോൺഗ്രസിന് ഇപ്പം അവർക്ക് ആകെ കൂടി ഉള്ളത് പ്രതിപക്ഷത്തിന് മൊത്തം ഉള്ളത് 41 സീറ്റാണ്. അതെ. അതിൻ്റെ അകത്ത് 21 സീറ്റാണ് കോൺഗ്രസിനുള്ളത്. ഇപ്പോൾ കോഴിക്കോട് നിന്നും തൃശ്ശൂരിൽ നിന്നും സീറ്റ് കിട്ടാതെ കോൺഗ്രസിന് കേരളത്തിലൊരു ഭരണത്തെക്കുറിച്ച് ആലോചിക്കാൻ പറ്റില്ല. അതായത് 31 സീറ്റ് മിനിമം വേണം, 71 അല്ലെങ്കിൽ 72. അപ്പോൾ ആ 31 സീറ്റ് വരേണ്ട ഒരു ജില്ലയാണ് നമ്മൾ കാണേണ്ടത്. കൊടുങ്ങല്ലൂർ പിന്നെ നമ്മൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഒരു രസകരമായ എക്സ്പെരിമെൻ്റ് നടന്നിരുന്നു. അത് LDF എന്താണോ അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാത്തത് കൊണ്ടാണോ മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കും അവർ അങ്ങനത്തെ ഒരു, അതായത് കൊടുങ്ങല്ലൂർ കേന്ദ്രമാക്കി RSS വളരെ വിശാലമായിട്ടുള്ള ഒരു കമ്മ്യൂണൽ ഗെയിം കളിച്ചിരുന്നു. ഇടതുപക്ഷം അതിനെ അവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള സെക്കുലർ പോളിറ്റിക്സ് കൊണ്ട്, അത് ഒരു തരത്തിലുള്ള കോംപ്രമൈസും ഇല്ലാതെ സെക്കുലർ പൊളിറ്റിക്സ് കൊണ്ട് ഹിന്ദു ഭൂരിപക്ഷ ഏരിയകളിൽ മുസ്ലിം കാൻഡിഡേറ്റിൻ്റെ കൂടെ നിർത്തിക്കൊണ്ട് ഒരു എക്സ്പെരിമെൻറ്റ് നടത്തി. ആ എക്സ്പെരിമെൻറ്റ് വളരെ വിജയകരമായിട്ട് അവർ വിജയിച്ചു. വളരെ ഗംഭീരമായിട്ട് LDF വിജയിച്ചു. ഞാൻ പറയുന്നത് പൊളിറ്റിക്സിൻ്റെ ക്വാളിറ്റി, ഞാൻ പറയുന്നത് അതാണ് പൊളിറ്റിക്സിൻ്റെ ക്വാളിറ്റി എന്നുള്ളതാണ്. ക്വാളിറ്റിയുള്ള പൊളിറ്റിക്സ് മുമ്പോട്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും മനുഷ്യർ വോട്ട് ചെയ്യുന്ന ഒരു സംസ്ഥാനമാണ് കേരളം ഇപ്പോഴും. അതുകൊണ്ട് അത്തരം ഒരു പൊളിറ്റിക്സ് മനുഷ്യരുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യാൻ LDFന് പറ്റിയാൽ അവിടെ ഒരു പൊളിറ്റിക്കൽ വോട്ടിംഗ് ഉണ്ടോ. അപ്പോഴും ഇതിലൊരു 2 സർക്കാർ LDFന് കഴിഞ്ഞു, ഇനിയൊരു സർക്കാർ UDFൻ്റെ വേണമെന്ന് സാധാരണഗതിയിൽ പറയുന്ന, അത് പ്രത്യേകിച്ച് LDFനെ കൊണ്ട് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഒരു ചേഞ്ച് ഫോർ എ ചേഞ്ച് എന്ന് പറഞ്ഞ ആളുകൾ കേരളത്തിൽ പലയിടത്തും സംസാരിക്കുന്നുണ്ട്. ഇതിനെ കൗണ്ടർ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് LDFന് മുമ്പിലുള്ള വെല്ലുവിളി. അത് ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ ശ്രീകുമാർ പറഞ്ഞതുപോലെ 5-6 സീറ്റ് മിനിമം കോൺഗ്രസ് അവിടെ ജയിച്ചെങ്കിലേ കോൺഗ്രസ് അധികാരത്തിലേക്ക് വരാൻ വേണ്ടി പറ്റുമോ. തിരിച്ചാണെങ്കിൽ കോൺഗ്രസ് അധികാരത്തിൽ വരണമെങ്കിൽ തൃശ്ശൂർ സീറ്റുകൾ ജയിക്കണം. കാരണം പിന്നെ നമ്മൾ ഇനി അങ്ങോട്ട് പോകുന്നിടത്ത് ഇക്വേഷൻസ് വേറെയാണ്. തൃശ്ശൂരും കോഴിക്കോടും UDF നല്ല പെർഫോമൻസ് നടത്തേണ്ടതുണ്ട്. അപ്പം നമ്മളൊരു UDF ഭരണം വരികയാണെങ്കിൽ ശ്രീകുമാർ പറഞ്ഞതുപോലെ തൃശ്ശൂർ നല്ല ഒരു പെർഫോമൻസ് ഉണ്ടാകും. അതേസമയം ഒരു LDF സർക്കാരിന് ഒരിക്കൽ കൂടി തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു ഹോൾഡ് അവിടെ തൃശ്ശൂർ ഉണ്ടായിരിക്കും. ഞാനിപ്പോഴും കണക്കാക്കുന്നത് തൃശ്ശൂരും കോഴിക്കോടും ഇത് രണ്ട് മുന്നണികളെ സംബന്ധിച്ചും വളരെ പ്രധാനപ്പെട്ടതാണ്. അത് LDFനെ സംബന്ധിച്ച് കൂടുതൽ പ്രധാനപ്പെട്ടതാണെന്ന് വെച്ചാൽ ഇത് രണ്ട് അവർ കഴിഞ്ഞ പ്രാവശ്യം തൂത്തുവാരിയതാണ്. തൂത്തുവാരാൻ മാത്രമുള്ള സ്ട്രെങ്ത് ഇവിടെ 2 വശത്തും ഇല്ല. കോഴിക്കോട് മുഴുവൻ ഇപ്പം മലപ്പുറത്ത് UDF ജയിക്കുന്നത് പോലത്തെ ഒരു സ്ട്രെങ്ത് അല്ല കോഴിക്കോടോ പിന്നെ തൃശ്ശൂരോ LDFനുള്ളത്. അപ്പം അവിടെ നല്ല പൊളിറ്റിക്കൽ ഫൈറ്റ് നടത്തിയേ പറ്റും. അത് 2 കൂട്ടർക്കും, കോൺഗ്രസിനും LDFനും. അതിലൊരു നമ്മൾ എനിക്കൊന്ന് ഇതിൻ്റെ അടുത്ത ദിവസങ്ങളിലാണ് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. ഇത് കഴിഞ്ഞാൽ നമുക്ക് എറണാകുളത്ത് വന്നു കഴിഞ്ഞിരുന്നാൽ ഏതാണ്ട് ശ്രീകുമാർ നേരത്തെ സൂചിപ്പിച്ച പോലെ മലപ്പുറം ജില്ല പോലെ UDFന് ഒരു അപ്പർ ഹാൻഡുള്ള ഒരു ജില്ലയാണ്. ഇവിടെ 14 സീറ്റല്ലേ ഉള്ളത്. 14 എനിക്ക് തോന്നുന്നത് 2 സീറ്റാണ് ഇപ്പം LDF, രണ്ടല്ലോ 5 സീറ്റ് LDF. വൈപ്പിൻ, കോതമശ്ശേരി, കൊച്ചി, എങ്ങനെയുണ്ടാവും ഇത്തവണ അത് ഈ 5 സീറ്റ് നിലനിർത്താൻ പറ്റും? അല്ല, ഇത്തവണ 5 സീറ്റ് LDF നിലനിർത്താൻ കഴിയില്ല, അത് ഉറപ്പാണ്. കാരണം LDFൻ്റെ ബെസ്റ്റ് പെർഫോമൻസ് 2026 എറണാകുളം ജില്ല ഉണ്ടായാൽ പോലും അവർക്ക് 2 സീറ്റ് കൂടുതൽ നിലനിർത്താൻ കഴിയില്ല. കാരണം അപ്പോഴും ഈ പറയുന്ന പോലെ 11-12 സീറ്റ് UDFന് ലഭിക്കും. കാരണം എറണാകുളം ജില്ല എന്ന് പറയുന്നത് പരമ്പരാഗതമായിട്ട് UDFൻ്റെ കേന്ദ്രമാണ്, കോട്ടയം. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ CPMന് വലിയൊരു വളർച്ചയും CPMന് വലിയ സംഘടനാ സംവിധാനമൊക്കെ ഉണ്ടെങ്കിലും എറണാകുളം ജില്ല എന്ന് പറയുന്നത് എറണാകുളം ജില്ലയുടെ കിഴക്കൻ പ്രദേശങ്ങളാണ്, കൊച്ചി നഗരമല്ല. നമ്മുടെ ഈ കാക്കനാട് തൊട്ട് അങ്ങോട്ടുള്ള സമയം അവിടെയെന്ന് വെച്ചാൽ എന്താ സംഭവം വെച്ചാൽ യാക്കോബായ ക്രൈസ്തവ വിഭാഗവും സിറിയൻ ക്രൈസ്തവരുമാണ് പ്രാമുഖ്യം. കാരണം പിറവം, മൂവാറ്റുപുഴ, പെരുമ്പാവൂർ, കോതമംഗലം, അങ്കമാലി ഈ 5 നിയോജകമണ്ഡലങ്ങളാണ് കിഴക്കൻ പ്രദേശം മുഴുവൻ കിടക്കുന്നത്. ഈ കിഴക്കൻ പ്രദേശത്തിൽ യാക്കോബായ വിഭാഗ ക്രൈസ്തവരും പിന്നെ സിറിയൻ ക്രിസ്ത്യാനികൾ വെച്ചാൽ സിറിയൻ കത്തോലിക്കരുമാണ് ഏറ്റവും പ്രാമുഖ്യമുള്ളത്. ഇവർ ബേസിക്കലി ബോൺ ആൻറ്റി കമ്മ്യൂണിസ്റ്റുകളാണ്. ഇപ്പോഴാണ് നമ്മൾ ഈ ഇപ്പോഴുള്ള നേതാക്കൾ MP മോൻ അങ്ങനെ കുറച്ച് മോനായി ഇപ്പോൾ നേതാക്കൾ വന്നെങ്കിലും അടിസ്ഥാനപരമായിട്ട് കാർഷിക സമൂഹം എന്നുള്ള നിലയിൽ, കാർഷിക സമൂഹം എന്ന് പറയുന്നത് എങ്ങനത്തെ കാർഷിക സമൂഹം, ഒരു ജന്മിത്ത അല്ലെങ്കിൽ ആ ഒരു ലാൻഡ് ഓണേഴ്സ് എന്ന് പറയുന്ന രീതിയിലുള്ള കാർഷിക സമൂഹം ആയതുകൊണ്ട് അവർക്ക് കമ്മ്യൂണിസ്റ്റുകാരെ ഒരിക്കലും സഹിക്കാൻ പറ്റിയിരുന്നില്ല. രണ്ടാമത് യാക്കോബായ സഭ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന പരമ്പരാഗത സഭയാണ്. അവരൊരിക്കലും അവർ നേതാക്കൾ അതിൽ നിന്ന് പലരും ഉണ്ടായിട്ടുണ്ടെങ്കിലും അടിസ്ഥാനപരമായിട്ട് യാക്കോബായ സഭയ്ക്കും
അല്ലെങ്കിൽ ഈ പറയുന്ന സിറിയൻ കത്തോലിക്കർക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടും ഇടതുപക്ഷത്തോടും താല്പര്യമില്ല. കാരണം അവരുടെ രാഷ്ട്രീയ നീഡുകൾ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ആവശ്യങ്ങളോ സാമൂഹിക ആവശ്യങ്ങളോ നിറവേറ്റാൻ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആവശ്യം അവർക്കില്ലായിരുന്നു. അങ്കമാലി വെടിവെപ്പ് 1959 നടന്നാണ് യഥാർത്ഥത്തിൽ വിമോചന സമരത്തെ ഇത്രയ്ക്കൂടെ എക്സ്പ്ലോഡ് ചെയ്തത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അങ്കമാലിയിൽ ഈ പറയുന്ന പോലെ അത്രയേറെ ക്രൈസ്തവ സെൻട്രലൈസേഷൻ ഉണ്ടായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വിരുദ്ധമായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഈ എറണാകുളം ജില്ലയുടെ പോപ്പുലേഷൻ കൂടുതലും കിടക്കുന്നത് കിഴക്കൻ പ്രദേശങ്ങളിലായതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇവിടെ CPM ഈ ജില്ല ബാലികേറാൻ മലയായിരിക്കുന്നത്. പിന്നീട് ഇങ്ങോട്ട് വരുമ്പോൾ ഈ പടിഞ്ഞാറോട്ട് പോകുമ്പോൾ ലത്തീൻ ക്രിസ്ത്യാനികളും അവരും പൊതുവെ വളരെ ബുദ്ധിമുട്ടിയും കഷ്ടപ്പെട്ട് കടലിൽ പോയി ജീവിക്കുന്നവരാണെങ്കിലും അവർക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയ പൊളിറ്റിക്കൽ നീഡും സോഷ്യൽ നീഡും ഫുൾഫിൽ ചെയ്യാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആവശ്യം അവർക്കില്ലായിരുന്നു. അപ്പോൾ ഇവിടെ ഇത്തവണ ഈ കൊച്ചിയും കളമശ്ശേരിയായിട്ട് ഒതുങ്ങുമോ LDF? ഒരുപക്ഷെ കളമശ്ശേരി പോലും ഇപ്പോൾ എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് പറയാൻ കഴിയില്ല. കൊച്ചി ഒരുപക്ഷെ ഈ പറയുന്ന പോലെ നല്ലൊരു സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് നിർത്തിയില്ലെങ്കിൽ കൊച്ചി ഒരു പക്ഷേ CPM നിലനിർത്താൻ സാധ്യതയുണ്ട്. ബാക്കി മണ്ഡലങ്ങളിലെല്ലാം ഈ പറയുന്നത് പോലെ ഈ UDFന് വലിയൊരു അപ്പർ ഹാൻഡ് നിലവിലെ അവസ്ഥയിലുണ്ടെന്നുള്ളതാണ്. അതുകൊണ്ട് എറണാകുളം UDFനെ നിരാശപ്പെടുത്തില്ല എന്നുള്ള കാര്യത്തിലാണ് എനിക്ക് വിശ്വസിക്കുന്നത്. വൈപ്പിൻ എന്നൊരു മണ്ഡലം കൂടെ അവിടെ ഉണ്ട്. വൈപ്പിന്റെ വൈപ്പിനിൽ സംഭവിച്ച വൈപ്പിനിലെ MLA തൃപ്പൂണിത്തറയ്ക്ക് മാറ്റുന്നു എന്നാണ് കേൾക്കുന്നത്. ഇപ്പോൾ വരുന്ന അവിടുത്തെ MLA ആയിട്ട് വരുന്ന ഒരു ലേഡി, അവരെക്കുറിച്ച് എനിക്ക് വലിയ കാര്യമായിട്ട് അറിയില്ലെങ്കിലും അവിടെ ഉണ്ടാകുന്ന CPMലുള്ള തർക്കങ്ങളും മറ്റു വിഷയങ്ങളും അവിടെ വൈപ്പിനിലെ മണ്ഡലത്തിൽ പ്രത്യേകത വെച്ചാൽ ഈഴവ ധീവര വിഭാഗങ്ങൾ പ്ലസ് ലത്തീൻ കത്തോലിക്കരുമാണ്. അപ്പോൾ കഴിഞ്ഞ തവണ KN ഉണ്ണികൃഷ്ണൻ ജയിച്ചത് ആ ഒരു LDF ഓളത്തിൻ്റെ പുറത്തും അതോടൊപ്പം തന്നെ ഈ ചില ഇക്വേഷൻ്റെ പുറത്തുമാണ്. പക്ഷേ ഇത്തവണ അതുണ്ടാകാൻ വഴിയില്ല. യഥാർത്ഥത്തിൽ ഡോക്ടർ MA കുട്ടപ്പനെ പോലെയുള്ള കുഞ്ഞമ്പൂരിനെ പോലെയുള്ള കോൺഗ്രസ് നേതാക്കൾ അവിടെ ജയിച്ച മണ്ഡലമാണ് വൈപ്പിൻ എന്ന് പറയുന്നത്. അവിടെ ബേസിക്കലി കോൺഗ്രസ് നല്ല വോട്ടുള്ള മണ്ഡലമാണ്. പക്ഷേ ഈ പിടലപ്പിടക്കങ്ങൾ, കാരണം വെച്ചാൽ കോൺഗ്രസ്സുകാർക്ക് പണ്ടൊരു സ്വഭാവമുണ്ട്, ഞാനൊന്ന് എടുത്തു പറയാം. ചില മണ്ഡലങ്ങൾ അവർ വിട്ടുകൊടുക്കും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ചില നേതാക്കൾക്ക് ചില മണ്ഡലങ്ങൾ ജയിക്കാൻ വേണ്ടി ഇവർ മറ്റു ചില മണ്ഡലങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യും. കോൺഗ്രസിൻ്റെ അങ്ങനെ സ്വഭാവമുണ്ട്. KV തോമസ് അടക്കമുള്ള നേതാക്കൾക്ക് പണ്ടി അങ്ങനെയാണ് ഈ വൈപ്പിനൊക്കെ നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരുന്നത്. അല്ല, വൈപ്പിന് ബേസിക്കലി ആൻറ്റി കോൺഗ്രസ് മണ്ഡലങ്ങളെ അല്ല. ഇപ്പോൾ KV തോമസിനെ എറണാകുളത്ത് ജയിക്കാൻ അവിടെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പുള്ളി തയ്യാറാണെങ്കിൽ അവിടെ ഒരു സാധാരണ സ്ഥാനത്ത് ഇട്ട് കൊടുക്കും. അങ്ങനെയാണ് അവിടെ ജയിച്ചുകൊണ്ടിരുന്നത്. യഥാർത്ഥത്തിൽ എനിക്ക് തോന്നുന്നത് CPMനും ഇടതുപക്ഷത്തിനും ഉറപ്പ് എന്ന് പറയാനുള്ള ഒരു മണ്ഡലം പോലും എറണാകുളം ജില്ലയിലില്ല. ഇവിടെ പക്ഷേ എറണാകുളത്ത് CPMന് ഓർഗാനിക് ആയിട്ടുള്ള ഗ്രോത്ത് ഉണ്ട്. ഇപ്പോൾ കോതമംഗലത്ത് നിന്നുള്ള MLA 2 പ്രാവശ്യം 3 പ്രാവശ്യം വന്നിട്ട് ആൻ്റണി ജോണാണ്. അയാൾ സാധാരണഗതിയിൽ SFI കൂടെ വന്നിട്ട് ഈ പറയുന്ന പോലെ കാത്തലിക് വിഭാഗത്തിൽ നിന്ന് വന്നിട്ട് ആ കോതമംഗലം പോലെയുള്ള ഓർത്തഡോക്സ് ജേക്കബൈറ്റ് ഉണ്ട്. അപ്പോൾ അതൊരു ശരിക്കും പറഞ്ഞാൽ ഓർഗാനിക് 80s-ലും 90s-ലൊക്കെ ഉണ്ടായിരുന്ന SFIയുടെ ഒരു പുഷുണ്ടല്ലോ, ആ പുഷിൻ്റെ ഭാഗമായിട്ട് വന്നതാണ്. അത് മലപ്പുറത്ത് CPM വളർന്ന പോലെ തന്നെ ഈ എറണാകുളത്തിൻ്റെ കിഴക്കൻ ഭാഗത്തും SFIയും CPMനും ഒരു വളർച്ച ഉണ്ടായിട്ടുണ്ട്. അത് എവിടെ പോയി നിൽക്കും എന്നുള്ളത് ഒരു ഫാക്ടറാണ്. പിന്നെ 2 ഹെവി വെയ്റ്റ് മണ്ഡലങ്ങൾ ഉണ്ട്, പറവൂരുണ്ട്, കളമശ്ശേരി ഉണ്ട്. അത് 2 ഹെവി വെയ്റ്റ് മണ്ഡലങ്ങളാണ് എറണാകുളം ജില്ലയിൽ. അത് പറവൂര് ഇപ്പം എനിക്ക് തോന്നുന്നു നെഗോഷിയേഷൻ CPIയുടെ മണ്ഡലമാണ്. പറവൂര് CPI ആണ് പരമ്പരാഗതമായിട്ട് ജയിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സീറ്റ് CPM ഏറ്റെടുക്കണം എന്നുള്ളൊരു ഡിസ്കഷൻ നടക്കുന്നുണ്ട്. അത് ഏറ്റെടുക്കുകയും കൊള്ളാവുന്ന ഒരു കാൻഡിഡേറ്റ് വരികയും ചെയ്തിട്ടുണ്ടെങ്കിൽ പറവൂരൊരു നല്ല മത്സരം നടക്കാൻ സാധ്യതയുണ്ട്. ഇപ്പം തൃക്കാക്കര സീറ്റിൽ ശ്രീമതി ഉമാ തോമസിനെതിരെ വലിയ തോതിലുള്ള ക്യാമ്പയിൻ നടക്കുന്നുണ്ട്. ചിലപ്പോൾ അവരെ മാറ്റി നിർത്താനുള്ള ഒരു സാധ്യത കോൺഗ്രസിനകത്ത് തന്നെ അവർ എന്താ വെച്ചാൽ അവർക്ക് പറ്റിയ അപകടവും അവരുടെ പരിചയക്കുറവും അനുഭവ സമ്പത്ത് കുറവും ഈ അപകടവും അവരെ വലിയ സമയത്ത് ഈ ജനങ്ങളുടെ നിന്ന് മാറ്റി നിർത്തി. ഇപ്പോൾ തൃക്കാക്കര പോലത്തെ മണ്ഡലത്തിൽ ഞാനൊന്ന് എടുത്തു പറയണം, ഒന്ന് ഇടയ്ക്കേറി പറയണം. അപ്പോൾ അവിടെ കോൺഗ്രസ്സുകാർക്കിടയിൽ അവർക്കെതിരെ അതൃപ്തി ഉണ്ടെന്നുള്ളത് സത്യം തന്നെയാണ്. അപ്പോൾ അത് അങ്ങോട്ട് വലിയ ഹെവി വെയ്റ്റുകൾ വരുന്നുണ്ട് എന്ന് കേൾക്കുന്നു. പിന്നെ അവിടെയാണ് എനിക്ക് തോന്നുന്നത് SIRൽ ഏറ്റവും കൂടുതൽ വോട്ട് ഇല്ലാതായ 20,000-ഓളം വോട്ടുകൾ ഇല്ലാതായിട്ടുണ്ടെന്നാണ് പറയുന്നത്. ആണല്ലേ? സാധ്യതയുണ്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ ഭൂരിപക്ഷത്തേക്കാൾ കൂടുതൽ വോട്ടുകൾ ഈ പറയുന്ന ഫൈനൽ ലിസ്റ്റ് വന്നപ്പോൾ ഇല്ലാതായെന്നാണ്. അപ്പോൾ കോൺഗ്രസ്സുകാർ വളരെ കാര്യമായിട്ട് അതിനെക്കുറിച്ച് പരിശോധിക്കുകയായിരുന്നു. സംഭവമുണ്ട്. കാരണം എൻ്റെ ബ്രദറിലൂടെ വീട് വരാപ്പുഴയാണ്. അദ്ദേഹത്തിന് അവിടെ വോട്ടുണ്ടായിരുന്നു, ഇവിടെ വോട്ടുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം ഇവിടെയാണ് വോട്ട് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ SIR വന്നപ്പോഴത്തേക്ക് ഇവിടുത്തെ വോട്ട് വെട്ടിപ്പോയി, വരാപ്പുഴ മാത്രമേ വോട്ട്. അതിന് സാധ്യതയുണ്ട്. കാരണം കേരളത്തിലെ IT ഹബ്ബ് തൃക്കാക്കര നിയോജക മണ്ഡലത്തിലാണ്. അപ്പോൾ അവിടെയുള്ള ആളുകൾ, കേരളത്തിന് പല ഭാഗത്തു നിന്ന് വന്നിരിക്കുന്ന ആളുകൾക്ക് ഇവിടെ വോട്ടുണ്ടാവും, അവർക്ക് അവിടെ വോട്ടുണ്ടാവും. അപ്പോൾ ഇവിടുത്തെ വോട്ടുകൾ ചിലപ്പം പോയിട്ടുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഞാൻ നോക്കി, എൻ്റെ വോട്ട് അവിടെ ഉണ്ട്, അതല്ലെങ്കിൽ എൻ്റെ വോട്ട് പേരാവുന്ന മണ്ഡലത്തിൽ അങ്ങനെ ആയിരിക്കേണ്ടതായിരുന്നു. എനിക്കിവിടെ മാത്രമേ വോട്ടുള്ളത് കൊണ്ട് തൃക്കാക്കര മണ്ഡലത്തിൽ എൻ്റെ വോട്ടുണ്ട്. ഈ വോട്ടുകൾ പോയിട്ടുണ്ടാവാനുള്ള അതാണ് വളരെ ഏറ്റവും കൂടുതൽ വോട്ട് പോയ എറണാകുളം ജില്ലയിൽ ഏറ്റവും കൂടുതൽ വോട്ട് SIR ലിസ്റ്റിൽ നിന്ന് പോയ മണ്ഡലമാണ് തൃക്കാക്കര. കോൺഗ്രസ്സുകാർ വളരെ കൺസേൺ ആണത്. അല്ല, കാരണം അവിടെ ഒരു അട്ടിമറി നടന്നേക്കാന്നുള്ള ഭയം ഉണ്ട് കേട്ടോ അവർക്ക്. കാരണം പക്ഷെ അവരെ ഉമാ തോമസിനെ മാറ്റി നിർത്താനും ഹെവി വെയിറ്റ്
കാൻഡിഡേറ്റ്സ്. ഇപ്പം നമ്മൾ അവിടെ കെ.സി. വേണുഗോപാലിൻ്റെയും വി.ഡി. സതീശിൻ്റെ അടക്കം, വി.ഡി. സതീശൻ മാറുമെന്ന് നമുക്ക് വിചാരിക്കാൻ പറ്റത്തില്ല. കാരണം അദ്ദേഹം മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു ഒരു നെഗറ്റീവ് മെസ്സേജായി പോകും. അതുകൊണ്ട് അതല്ലെങ്കിൽ കെ.സി. വേണുഗോപാലിൻ്റെ അടക്കം പേര് ഇവിടെ തൃക്കാക്കര പറഞ്ഞ് കേൾക്കുന്നുണ്ട്. അപ്പോൾ അത് പിന്നെ കളമശ്ശേരിയിലെ പി രാജീവിൻ്റെ വലിയ ചലഞ്ചിങ് ആണെന്നുള്ള വലിയ വർത്തമാനം. കാരണം കളമശ്ശേരി മണ്ഡലത്തിൽ ഈ പറഞ്ഞ ലീഗിന്റെ ഇബ്രാഹിം കുഞ്ഞിന്റെ മകന് കൊടുക്കാമെന്ന് ലീഗ് തത്വത്തിൽ സമ്മതിച്ചു. പക്ഷെ അയാൾക്കെതിരെയുള്ള കോൺഗ്രസ്സുകാരുടെ എതിർപ്പ്, പിന്നെ പ്രാദേശിക എതിർപ്പ്. പിന്നെ ഒരു കാര്യം, അവിടെ കോൺഗ്രസിന്റെ നേതാക്കൾക്ക് ജമാൽ മടക്കാരൻ മുതൽ മുഹമ്മദ് ഷിയാസ് പോലുള്ള ആളുകൾക്ക് താല്പര്യമുള്ള മണ്ഡലമാണത്. അവിടെ യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗിന് വോട്ടില്ല. കളമശ്ശേരി മണ്ഡലത്തിൽ മുസ്ലിം ലീഗിന് വോട്ടില്ല. കോൺഗ്രസ്സുകാരായ മുസ്ലിങ്ങളുടെ വോട്ടേ ഉള്ളൂ അവിടെ. ഇബ്രാഹിം കുഞ്ഞെന്ന് പറഞ്ഞാൽ പുള്ളി ജയിച്ചുകൊണ്ടിരുന്നത് വേറൊരു രീതിയിലാണ്. കാരണം വെച്ചാൽ അദ്ദേഹം ഭാഗവത സപ്താഹ കമ്മിറ്റിയുടെ ചെയർമാൻ വരെ ആയിരുന്ന ആളാണ് ഇബ്രാഹിം കുഞ്ഞ്. അപ്പോൾ അതുകൊണ്ട് പുള്ളിക്ക് ജയിക്കാൻ കഴിയും. കാരണം കടുങ്ങല്ലൂർ അമ്പലത്തിൽ സപ്താഹ കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു ഇബ്രാഹിം കുഞ്ഞ്. പുള്ള നോട്ടീസ് പുള്ള അവിടെ ഉണ്ടായിരുന്നു, മുഖ്യ രക്ഷാധികാരി ഇബ്രാഹിം കുഞ്ഞ് എം.എൽ.എ. കാരണം പുള്ളി അതിനുള്ള പൈസ അല്ല, അയാളുടെ സംവിധാനം അങ്ങനെയാണ്. അതുകൊണ്ടാണ് പുള്ളി ജയിച്ചത്. പുള്ളി ഉണ്ടായിരുന്നെങ്കിൽ ഇനിയും ഒരു വർഷം ജയിച്ചേക്കാം. പക്ഷേ ഈ മകനെ കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന വലിയൊരു ഇന്റേണലി ഉണ്ടാകുന്ന പൊട്ടിത്തെറി അവിടെ ഉണ്ട്. കാരണം അബ്ദുൽ മുത്തലീബ്, മുഹമ്മദ് ഷിയാസ് അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ മത്സരിക്കാൻ കാത്തു നിൽക്കുന്നു. ലീഗിൽ തന്നെ കൊള്ളാവുന്ന കുറച്ച് ആളുകളുണ്ട് അവിടെ. അപ്പോൾ അതുകൊണ്ട് രാജീവിന് ഒരു പക്ഷേ കാര്യങ്ങൾ കുറച്ച് എളുപ്പമായേക്കാം. ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥി നിൽക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി എളുപ്പമാവാം രാജീവനെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ മണ്ഡലത്തെ നഴ്സ് ചെയ്യുന്ന മനുഷ്യർ കോൺഗ്രസ്സുകാരുണ്ട്. കേരള കോൺഗ്രസിൻ്റെയും ചില എം.എൽ.എമാർ ഇങ്ങനെ മണ്ഡലത്തെ നഴ്സ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കളമശ്ശേരി ഞാൻ താമസിക്കുന്നത് തൊട്ടടുത്താണ്. അപ്പോൾ അവിടെ എനിക്ക് തോന്നുന്നു ആഴ്ചയിൽ ഒരു ദിവസമോ 2 ദിവസമോ രാജീവിന് ഇതറിയാം. രാജീവ് നിൽക്കുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് മണ്ഡലത്തിലല്ല എന്നുള്ള കാര്യം രാജീവിന് നല്ല ധാരണയുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം വളരെ കെയർഫുള്ളായിട്ടാണ് ആ ഗെയിം കളിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ഈ പേഴ്സണൽ ഇക്വേഷൻസ് ഉണ്ടാക്കിയെടുക്കുന്നതിൽ രാജീവ് വിജയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു ഗട്ട് ഫീലിംഗ്. കാരണം അത്രയധികം ഇൻവോൾവ് ആയിട്ടാണ് അദ്ദേഹം. കാരണം ഇതറിയാം, ഈ സ്റ്റിക്കി വിക്കറ്റിലാണ് നിൽക്കുന്നത് എന്നുള്ള നല്ല ധാരണയുള്ളത് കൊണ്ടും അയാളൊരു ഗ്രൗണ്ടഡ് പൊളിറ്റീഷ്യൻ ആയതുകൊണ്ടും ഹി വാസ് നഴ്സിംഗ് ദിസ് കോൺസ്റ്റിറ്റ്യുവൻസി ലൈക്ക് എനിത്തിങ്. അതിൻ്റെ അഡ്വാൻറ്റേജ് അയാൾക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. പിന്നെ രാജീവിന് കളമശ്ശേരി മണ്ഡലം നന്നായിട്ട് അറിയാം. കാരണം അയാൾ തൃശ്ശൂരിൽ നിന്ന് വന്ന് ഇവിടെ വന്നത് തന്നെ കാലുകുത്തുന്നത് തന്നെ കളമശ്ശേരിയിലാണ്, പോളിടെക്നിക് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അവിടെ സെൻറ്റ് പോൾസിൽ വിദ്യാഭ്യാസം എല്ലാം പുള്ളി ആ കളമശ്ശേരി സെൻട്രലൈസ് ചെയ്തതുകൊണ്ട് അയാൾക്കറിയാം എന്താണ് കളമശ്ശേരിയിൽ നടക്കുന്നതെന്നുള്ളൂ. ഇപ്പോൾ എറണാകുളത്ത് പറഞ്ഞാൽ ഈ തൃപ്പൂണിത്തുറ മണ്ഡലം എന്ന് പറയുന്നത് BJPക്ക് പരമ്പരാഗതമായിട്ട് ശക്തിയുള്ള മണ്ഡലമൊന്നുമല്ല. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ ഈ ഹിന്ദു ഭൂരിപക്ഷമുള്ള മണ്ഡലമാണ് തൃപ്പൂണിത്തുറ. പണ്ട് തൃപ്പൂണിത്തുറ എന്ന് പറയുന്നത് പൂത്തോട്ട മുതൽ ചേരാനല്ലൂരുള്ള മണ്ഡലമായിരുന്നു. അപ്പോൾ അത് കേരളത്തിലെ ഏറ്റവും വലിയ മണ്ഡലമായിരുന്നു. ഇപ്പോൾ അത് ബൈഫർക്കേറ്റ് ചെയ്ത് തൃക്കാക്കര ഒരു മണ്ഡലവും തൃപ്പൂണിത്തുറ വേറെ മണ്ഡലമാക്കി. തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റി, ഉദയംപേരൂർ, പൂത്തോട്ട അടക്കമുള്ള പഞ്ചായത്തുകളും പിന്നെ ഇടക്കൊച്ചിയും കുറച്ച് കയറി വന്നപ്പോഴത്തേക്കും ഹിന്ദു പിന്നെ ലത്തീൻ ക്രിസ്ത്യൻ ആ ഒരു ഇതായി. അപ്പോൾ ഈ BJP ആവട്ടെ പൊതുവേ ഈ ഈഴവ ധീവര വിഭാഗങ്ങൾ വലിയ തോതിൽ കടന്നു കയറിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈഴവ വിഭാഗത്തിൽ BJP വളരെ വലിയ തോതിൽ എറണാകുളം ജില്ലയിൽ കടന്നു കയറിയിട്ടുണ്ട്. ധീവര വിഭാഗത്തിലും വളരെ കടന്നു കയറിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ തൃപ്പൂണിത്തുറ മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ 30,000 വോട്ടോ മറ്റോ BJP പിടിച്ചു. ഇപ്രാവശ്യം അത് കൂടാൻ, നല്ല സ്ഥാനാർത്ഥിയെ കൂടാനാണ് സാധ്യത. ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് കെ ബാബു മത്സരിക്കുന്നില്ല എന്ന് പറയാനാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം അങ്ങനെ ഒരു സ്വന്തമായിട്ട് ഇങ്ങനെ ത്യാഗസന്നദ്ധനായി മാറിയതുകൊണ്ട് മാത്രം ആരോഗ്യം പ്രശ്നം. പക്ഷേ എന്തായാലും അദ്ദേഹത്തിന് അറിയാം കോൺഗ്രസ് സ്വഭാവം തൃപ്പൂണിത്തുറ. കാരണം കെ ബാബു ആണ് തൃപ്പൂണിത്തുറ മണ്ഡലത്തെ കോൺഗ്രസ് മണ്ഡലമാക്കി. അതിനു മുമ്പ് കോൺഗ്രസ് മണ്ഡലമായിട്ട് അയാളുടെ ഹാർഡ് വർക്കും അയാളുടെ കഠിനാധ്വാനമാണ് ജനങ്ങളായിട്ടുള്ള ബന്ധപ്പെട്ടത്. കാരണം അദ്ദേഹത്തെ അഭിനന്ദിച്ചേ പറ്റൂ. വലിയ തോതിൽ അദ്ദേഹം വികസന പ്രവർത്തനങ്ങൾ നടത്തിയൊക്കെ തൃപ്പൂണിത്തുറ മണ്ഡലത്തെ കോൺഗ്രസ് മണ്ഡലമാക്കി. അദ്ദേഹം ഒന്ന് ദുർബലനായി കഴിഞ്ഞ അവസ്ഥയിൽ ഈ തൃപ്പൂണിത്തുറ കോൺഗ്രസ് മണ്ഡലം അല്ലാതായി പോകും. CPMന് വലിയ തോതിൽ കേഡർ വോട്ടുകളുള്ള മണ്ഡലമാണ് തൃപ്പൂണിത്തുറ. പണ്ട് ടി കെ രാമകൃഷ്ണൻ വലിയ തോതിൽ കേഡർ വോട്ടുകളുണ്ട്. പക്ഷെ എന്താ സംഭവിച്ചാൽ ഈ കേഡർ വോട്ടുകളുടെ കുടുംബാംഗങ്ങളെല്ലാം പതിയെ BJPയിലേക്ക് പോകും. ഈ ബാലഗോകുലമായിട്ടും മറ്റു രീതിയിലായിട്ടൊക്കെ ഈ നിങ്ങൾ ഉദയംപേരൂരും പൂത്തോട്ടയിൽ ചെന്നറിയാം. അവിടെയൊക്കെ ഈ പറയുന്ന CPM നേതാക്കളുടെ വീടുകളിലൊക്കെ ഈ പറയുന്ന പോലെ ആ രീതിയിലുള്ളൊരു അന്തരീക്ഷം വന്നു കഴിഞ്ഞു. അപ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലായി. CPMന് മനസ്സിലായി, കോൺഗ്രസിന് മനസ്സിലായി. ഈ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കെ ബാബു മാറിക്കഴിഞ്ഞാൽ തൃപ്പൂണിത്തുറ മണ്ഡലം ഒരു പക്ഷേ അതൊരു വലിയൊരു ചലഞ്ചായി മാറും. അവർക്ക് സ്ഥാനാർത്ഥിയില്ല. നമ്മളീ പറയുന്ന പോലെ ഈ സിനിമ രംഗത്ത് നിന്ന് കൊണ്ടുവന്ന് സ്ഥാനാർത്ഥി ഇറക്കിയത് എത്ര കണ്ടത് ഇതാവും നമുക്ക് പറയാൻ പറ്റില്ല. തൃപ്പൂണിത്തുറ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. നമ്മളത് പെട്ടെല്ലാരും വിട്ടുപോകുന്നതാണ്. കെ ബാബു അല്ലാതെ ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥി അവിടെ വന്നാൽ CPMന് ഒരു പക്ഷേ അത് ആ മണ്ഡലം പിടിക്കാൻ കഴിയും. അതുപോലെ തന്നെ BJPക്കും പൊളിറ്റിക്കലി ഹൈന്ദവവൽക്കരിച്ച ഒരു വോട്ട്. തൃപ്പൂണിത്തുറ മണ്ഡലം പൊതുവെ ഒരു ഹൈന്ദവവൽക്കരിക്കപ്പെട്ട പ്രദേശമാണ്. ആ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയി. അതിൽ CPMന് വലിയൊരു പങ്കുണ്ട്, കോൺഗ്രസിനും പങ്കുണ്ട്, പിന്നെ മാറി വരുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങൾക്കും പങ്കുണ്ട്.
നമ്മൾ ഇനിയിപ്പം കോട്ടയം ജില്ലയിലേക്ക് വരികയാണ്. കോട്ടയം ജില്ലയിൽ ഈ പറഞ്ഞ പോലെ കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട എന്ന് പറയുന്നതാണ് സെൻട്രൽ ട്രാവൻകൂർ, സോ കാൾഡ് റബ്ബർ ക്രിസ്ത്യൻ ബെൽറ്റാണ്. ഈ UDF വളരെയധികം പ്രതീക്ഷ വയ്ക്കുന്ന ഒരു ഭൂപ്രദേശമാണ്. ഇതിനെ എങ്ങനെ നമ്മൾ വിലയിരുത്തും? കാരണം കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി എനിക്ക് നമ്മൾ ഒരുമിച്ച് പറയാമെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഒരുമിച്ച് പറയാൻ ആഗ്രഹിക്കുക. കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട ഈ 3 ജില്ലകൾ. ഈ 3 ജില്ലകളിൽ 2016-ലും 2021-ലും CPM-നും ഇടതു മുന്നണിക്കും വലിയ തോതിൽ പലയിടത്തും കടന്നു കയറാൻ സാധിച്ചു എന്നുള്ള സത്യമാണ്. അതെ, പത്തനംതിട്ടയിൽ കഴിഞ്ഞ എല്ലാ സീറ്റും. കാരണം വെച്ചാൽ അത് ഈ മാണി ഗ്രൂപ്പ് UDF വിട്ടത് ഒരു ഘടകമാണ് തന്നെയാണ്. കാരണം മാണി ഗ്രൂപ്പിന് കേരള കോൺഗ്രസ്സുകളിൽ അണികളുള്ള ഏക പാർട്ടി ഇപ്പോഴും മാണി ഗ്രൂപ്പ് തന്നെയാണ്. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് തന്നെയാണ്. പിന്നെ എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ മാതിരി ഈ കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിലെ ക്രൈസ്തവ വിഭാഗങ്ങൾക്ക് CPM ഇപ്പോൾ ജോക്കബ് സാറ് പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മൾ ഈ SFI മാത്രമല്ല, അവർക്ക് ഇടതുപക്ഷത്തോട് ഇപ്പോൾ പഴയതുപോലുള്ളൊരു എതിർപ്പില്ല. അതെ. അവൾ കുറച്ചുകൂടെ ആക്സെപ്റ്റബിൾ ആയി വരുവാണ്. കാരണം അവരുടെ ഇടയിൽ നിന്ന് നേതാക്കന്മാരുണ്ടാകുന്നു. സഭയും CPM-ഉം തമ്മിലുള്ള കൊടുക്കൽ വാങ്ങലുകൾ കുറച്ചുകൂടെ ഒരു ക്രയവിക്രയത്തിന് കുറച്ചുകൂടെ ആഴങ്ങൾ വരുന്നു. അങ്ങനെ വരുമ്പോഴത്തേക്കും അവർക്ക് ഈ പറയുന്ന പോലെ ഒരു എതിർപ്പ് ഇടതുപക്ഷത്തോടും CPM-നോടും 2011 മുതലില്ല. 2011 2006 മുതലില്ല. 2006 മുതൽ ക്രൈസ്തവ കേന്ദ്രങ്ങളിലേക്ക് പതിയെ ഇടതുപക്ഷവും CPM-ഉം കടന്നു കയറി. പിന്നെ കേന്ദ്രത്തിലുള്ള BJP സർക്കാരിൻ്റെ വരവ്, അത് ഡിപ്പെൻഡൻസി ഇല്ല. കാരണം കോൺഗ്രസിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അവിടെ BJP വരുന്നു, ഇവിടെ CPM. അപ്പോൾ ആ അവർക്കൊരു ചേഞ്ച് ചെയ്യാനുള്ളൊരു അവസരം കിട്ടി. കാരണം വെച്ചാൽ കോൺഗ്രസ് തന്നെ വേണമില്ല ഞങ്ങളുടെ കാര്യങ്ങൾ നടത്തിയെടുക്കാൻ എന്നുള്ളത് വന്നപ്പോഴേക്കും അവർ ഇടതുപക്ഷത്തോടെ ആഭിമുഖ്യം പുതിയ തലമുറയിലുണ്ടായി. പക്ഷേ 2026 തെരഞ്ഞെടുപ്പിൽ ഈ നമ്മൾ നേരത്തെ പറയുന്ന പോലെ ഒരു ആൻറ്റി ഇൻകംബൻസി പ്ലസ് ഒരു CPM വരുന്നത്, അവിടെ ഒരു വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ ആറന്മുള മണ്ഡലത്തെ സാറ് മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ഈ പലയിടത്തും ചെറുപ്പക്കാരില്ലല്ലോ. കോട്ടയം, പത്തനംതിട്ട മണ്ഡലങ്ങളിൽ ചെറുപ്പക്കാർ വളരെ കുറഞ്ഞു പോയി. പ്രത്യേകിച്ച് ക്രിസ്ത്യൻ വിഭാഗങ്ങളിൽ നിന്ന് വളരെ കുറഞ്ഞു പോയി. അപ്പോൾ ഈ വോട്ട് ചെയ്യാൻ ആളില്ല. വോട്ടർ ലിസ്റ്റിൽ പേരുണ്ട്, വോട്ട് ചെയ്യാൻ ആളില്ല. ഇവരാരും വോട്ട് ചെയ്യാൻ പറ്റില്ല. വോട്ടർ ലിസ്റ്റിൽ പേരുണ്ട്, ഒരാൾ വോട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വന്ന സ്ഥിതിക്കാണ്. അങ്ങനെ വരുമ്പോഴാണ് ഈ പറയുന്ന ഒരു CPM-ന് ഇടതുപക്ഷത്തിന് കടന്നു കയറാനുള്ള ഒരു അവസ്ഥ ഉണ്ടായത്. പക്ഷേ ഈ സീറ്റുകളുടെ എണ്ണത്തിൽ ഇപ്പോൾ ഇടുക്കിയിലായാലും കോട്ടയത്തായാലും പത്തനംതിട്ടയിലും ഇത്തവണ സീറ്റുകളുടെ എണ്ണത്തിൽ 2026 UDF മുന്നിൽ വരും. അക്കാര്യം സംശയമൊന്നുമില്ല. CPM പക്ഷേ നമ്പർ ഓഫ് സീറ്റ്സ് വളരെ കുറവാണ്. 5 സീറ്റല്ലേ പത്തനംതിട്ടയിൽ, ഇടുക്കിയിൽ 5 സീറ്റുള്ളൂ. അതെനിക്ക് ഇവിടെ 15 സീറ്റ്. അപ്പോൾ ഒരു 16 ടോട്ടൽ 20-21 സീറ്റുകളേ ഉള്ളൂ ഈയിടെ. അപ്പോൾ ഈ അവിടുത്തെ ഒരു ഭൂരിഭാഗം സീറ്റുകളെ UDF പിടിക്കുമ്പോഴും നിങ്ങൾ മാറി വരുന്ന രാഷ്ട്രീയ സംസ്കാരത്തെ ഓർക്കുക. കോൺഗ്രസ്സിന് ഈ ജില്ലകളിൽ വോട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ UDF-ന് ഈ ജില്ലകളിൽ വോട്ട് ചെയ്യാൻ ആളില്ലാത്ത അവസ്ഥ വരികയാണ്. കേരള കോൺഗ്രസ്സുകൾ ചരിത്രപരമായ പ്രതിസന്ധിയെ നേരിടുകയാണ്. ഒരു തെരഞ്ഞെടുപ്പ് കഴിയുന്നിടയ്ക്ക് ഒരുപക്ഷെ കേരള കോൺഗ്രസ് ഇല്ലാതായി പോകുന്ന അവസ്ഥ വന്നേക്കാം. അതൊരു രാഷ്ട്രീയ സംസ്കാരം മാറി വരും. ഡെമോഗ്രാഫിക്കലി രാഷ്ട്രീയ സംസ്കാരം മാറി വരിക. കാരണം കേരള കോൺഗ്രസ്സുകൾ ഒരുപക്ഷെ 2034 ഇലക്ഷൻ കഴിയുമ്പോൾ എന്താണ് അവസ്ഥ എന്ന് പറയാൻ പറ്റില്ല. കോൺഗ്രസിൻ്റെ അവസ്ഥയും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ആ രാഷ്ട്രീയ സംസ്കാരം മാറി വരുമ്പോൾ എനിക്ക് തോന്നുന്നു ജാക്കബ് സാർ കുറച്ചുകൂടെ നന്നായിട്ട് പറയാൻ പറ്റുമെന്ന് തോന്നുന്നു. അദ്ദേഹത്തിന് ആ പൊളിറ്റിക്സ് അറിയാവുന്നതുകൊണ്ട്. ഈ എന്താ പറയുക, ഇടതുപക്ഷത്തിനും കുറച്ച് കഴിയുമ്പോൾ ഇടതുപക്ഷത്തിനും UDF-നും ഒരുപക്ഷെ BJP-ക്കും തുല്യ പ്രാധാന്യമുള്ള രാഷ്ട്രീയ കാലാവസ്ഥ ഒരുപക്ഷെ ഈ 3 ജില്ലകളിൽ വന്നേക്കാം. കോട്ടയത്തിൽ ക്രിസ്ത്യാനികൾക്കിടയ്ക്കുണ്ടായിരുന്ന ഒരു വലിയ ഒരു BJP അഫിനിറ്റി ഉണ്ടായിരുന്നു. അതിനൊരു കുറച്ചൊരു മയം വന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ പാലാ നിയോജകമണ്ഡലത്തെക്കുറിച്ച് കേൾക്കുന്നത് ചിലപ്പം ജോസ് കെ മാണി അവിടെ നിന്ന് ജയിക്കാൻ സാധ്യതയുണ്ട്. അതെ. കാരണം മാണി സി കാപ്പൻ ഫെയിൽ ടു ഡെലിവർ, അതുകൊണ്ട് കൂടിയാണ്. കാരണം അവർക്ക് KM മാണിയെ പരിചയമുണ്ട്. KM മാണി എങ്ങനെയാണ് ആ മണ്ഡലം, ഞാൻ നേരത്തെ പറഞ്ഞ നഴ്സിംഗ് ദ കോൺസ്റ്റിറ്റ്യുവൻസി എന്നുള്ളത്, അത് മാണി കാപ്പനെ, അദ്ദേഹം പ്രതിപക്ഷത്തായിരുന്നു എന്നുള്ളൊരു പ്രശ്നം കൂടി ഉണ്ട്. അദ്ദേഹത്തിന് അത് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളത് കൊണ്ട് സത്യത്തിൽ പിന്നെ ജോസ് കെ മാണിക്കൊരു സാധ്യത ആളുകൾ പറയുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചു, കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ BJP-ക്ക് നേരത്തെ BJP-യുടെ ഒരു ഗ്രാഫ് ഉണ്ടല്ലോ, സാധാരണ അവർ കൺസിസ്റ്റൻ്റ് ഗ്രാഫാണ്. ആ ഗ്രാഫ് കോട്ടയം ജില്ലയിൽ മുമ്പോട്ട് പോയില്ല. പലയിടത്തും താഴോട്ട് പോയി. അപ്പം അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ കമ്മ്യൂണൽ പൊളിറ്റിക്സിനൊരു, ഞാൻ നേരത്തെ പ്രതീക്ഷിച്ചിരുന്നത് BJP ശരിക്കും നേട്ടം ഉണ്ടാക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്ന ജില്ല പത്തനംതിട്ടയായിരുന്നു. നമ്മൾ അവിടെയൊന്നും BJP-യുടെ ഇപ്പോൾ പന്തളം പിന്നെ മുനിസിപ്പാലിറ്റി അവർക്കുണ്ടായിരുന്നു, അവർക്ക് നഷ്ടപ്പെടുകയാണ് ചെയ്തത്. അപ്പോൾ ഒരു പ്രാവശ്യം എക്സ്പെരിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അത് സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി BJP-ക്ക് പറ്റിയിട്ടില്ല എന്നുള്ളൊരു കാര്യമുണ്ട്. അപ്പം പൊളിറ്റിക്സ് വീണ്ടും LDF വേഴ്സസ് UDF-ലേക്ക് തന്നെ വരികയാണ്. കോട്ടയം അതിനൊരു കോട്ടയം പത്തനംതിട്ട എക്സെപ്ഷൻ ആകേണ്ടതായിരുന്നു. നമ്മളിപ്പോൾ കാണുന്നിടത്തോളം BJP-ക്ക് ആ ഒരു അഡ്വാൻറ്റേജ് അവിടെ ഉള്ളതായിട്ട് കാണുന്നില്ല. അപ്പോൾ വീണ്ടും ഇറ്റ് വിൽ ബി ബിറ്റ്വീൻ LDF UDF എന്നുള്ളതാണ്. കേരള കോൺഗ്രസിൻ്റെ
അകത്തുള്ള ഉൾപ്പിരിവുകൾ വളരെ പ്രധാനപ്പെട്ട, നമ്മൾ മണ്ഡലം വൈസ് എടുത്തു കഴിയുമ്പോൾ അതിൻ്റെ അകത്ത് പലയിടത്തും അവരുടെ പ്രസൻസോ അവരുടെ ആബ്സെൻസോ ആണ് ഇത് ഡിസൈഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. കോട്ടയം അടക്കം. ഇപ്പോൾ കോട്ടയം നിയമസഭാ മണ്ഡലത്തിൽ തിരുവഞ്ചൂർ വിൽ ബി ഫേസിങ് എ ടഫ് ടൈം. അത് ആളുകൾ പറയുന്നതാണ്. അപ്പം രാഷ്ട്രീയമായിട്ടുള്ള നമ്മൾ തിരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വന്നു കഴിയുമ്പോൾ എത്രയ്ക്ക് എത്ര എന്നുള്ളതല്ല, ഇൻഡിവിജ്വൽ കോൺസ്റ്റിറ്റ്യുവൻസി എടുത്തു കഴിയുമ്പം UDFന് ഭയപ്പെടാനുള്ള ചില എലമെൻറ്റ്സ് കോട്ടയം ജില്ലയിലുണ്ട്. അതേസമയം ഈ പറയപ്പെടുന്ന ഈ ഭരണവിരുദ്ധ വികാരം എന്നുള്ളത് ഏറ്റവും എളുപ്പത്തിൽ ചിലവാക്കാൻ പറ്റുന്ന 2-3 ജില്ലകളാണിത്. കാരണം ഈ സർക്കാരിനെ കൊണ്ട് ഏറ്റവും മെച്ചമുണ്ടാക്കിയ മനുഷ്യർ ഏറ്റവും സാധാരണക്കാരായ മനുഷ്യരാണ്. അതിൽ ഇപ്പം അതിദാരിദ്ര്യമുക്ത പരിപാടി ആയാലും പെൻഷൻ ആയാലും പിന്നെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ആയാലും ലൈഫ് പദ്ധതി ആയാലും നമ്മൾ ജില്ല വെച്ചെടുക്കുകയാണെങ്കിൽ ഏറ്റവും കുറവ് മനുഷ്യർ ഇവിടെ നിന്നുള്ളത് ആയിരിക്കും. ഇപ്പോൾ കേരള കോൺഗ്രസിൻ്റെയോ കോൺസ്റ്റിറ്റ്യുവൻസികളിൽ നിന്ന് ഈ ആനുകൂല്യങ്ങൾ കിട്ടുന്ന മനുഷ്യർ വളരെ കുറവായിരിക്കും. എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ തിന്നിട്ട് എല്ലിൻ്റെ ഇടയ്ക്ക് കുത്താൻ തുടങ്ങിയ ആൾക്കാർ കൂടുതലുള്ള ഒരു കൂട്ടരാണ് ഇതിൻ്റെ അകത്തുള്ളത്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു ആൻറ്റി ഇൻകംബൻസി ഇല്ലെങ്കിലും ഉണ്ടോ എന്ന് അവർക്ക് വിശ്വസിക്കാൻ വേണ്ടി പറ്റും. അവർ 2 പ്രാവശ്യം ഇവരിരുന്നില്ലേ, ഒന്ന് ആവട്ടെ എന്ന്. കാരണം അവർക്ക് സർക്കാർ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും വലിയൊരു വ്യത്യാസം അവരെ സംബന്ധിച്ച് ബാധിക്കുന്നില്ല. ഇവരില്ല, നമ്മൾ കണക്കെണ്ടയിലില്ല എങ്കിലും നമ്മൾ പെർസെൻറ്റേജ് വൈസ് എടുത്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും കുറവ് ക്ഷേമ പെൻഷൻ കിട്ടുന്ന മനുഷ്യർ. കാരണം ക്ഷേമ പെൻഷൻ അതിൻ്റേതായ ചില ക്രൈറ്റീരിയ ഉണ്ട്. ആ ക്രൈറ്റീരിയയ്ക്ക് പുറത്തുള്ള മനുഷ്യരായിരിക്കും ഇവിടെ അധികം ഉള്ളത്. ഇപ്പം ശ്രീകുമാർ പറഞ്ഞ ഈ കമ്മ്യൂണിറ്റി, അതായത് സ്ത്രീയൻ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി, അല്ലെങ്കിൽ സ്ത്രീയൻ കാത്തലിക് ആയാലും മറ്റ് സ്ത്രീയൻ കമ്മ്യൂണിറ്റികളായാലും, അതാണ് എൻ്റെ പ്രശ്നം. ഏറ്റവും കൂടുതൽ ഡിസ്ട്രിബ്യൂഷൻ നടന്നിട്ടുള്ള സ്ഥലങ്ങളാണിത്. ഈ പറയുന്ന പോലെ അവിടെ അധികം ആൾക്കാർ ഉണ്ടാവണമെന്നില്ല, അവർക്ക് ഈ പെൻഷൻ്റെ ആവശ്യമില്ലാത്ത ആൾക്കാരാണ് അവിടെ. അതുകൊണ്ട് LDFന് ഈ ചില നിയോജക മണ്ഡലങ്ങളിൽ MLAമാരെ വെറുപ്പിച്ചതൊഴിച്ചാൽ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ LDFന് തിരിച്ചടി കിട്ടാനുള്ള സാധ്യത ഈ 3 നിയോജക മണ്ഡലങ്ങളും ഇപ്പോഴത്തെ അവസ്ഥയിലുണ്ട്. അത് ഇതെങ്ങനെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം? 2 പ്രാവശ്യം ഇവർ ഭരിച്ചാൽ എന്നാൽ പിന്നെ എന്താ കാരണം? പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. നമുക്കൊരു ചേഞ്ച് ആർക്കാണ് ഇഷ്ടമില്ലാത്തതെന്നുള്ള ആർഗ്യുമെൻറ്റ് വിറ്റ് പോകാൻ സാധ്യതയുള്ള 3 മണ്ഡലങ്ങളാണിത്. അതിൻ്റോടൊപ്പം തന്നെ ഇപ്പം പത്തനംതിട്ട ജില്ലയിൽ 5 സീറ്റും LDF, അതൊരു ഫ്ലൂക്കിൽ ജയിച്ചതാണെന്നുള്ളതാണ് പലപ്പോഴും എനിക്ക് തോന്നുന്നത്. അത് ഒരു പ്രത്യേക കാലാവസ്ഥയിൽ അങ്ങ് ജയിച്ചതാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആറന്മുള നിയോജക മണ്ഡലത്തിൽ പിന്നെ എനിക്ക് തോന്നുന്നു ഷീസ് ഫേസിങ് എ ടഫ് ടാസ്ക്. വീണ ജോർജ് കേരളത്തിൽ ഒരു മന്ത്രിക്ക് അയാളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ എന്ത് വ്യത്യാസം വരുത്താൻ പറ്റുമെന്ന് സത്യത്തിൽ കാണിച്ചു കൊടുത്ത ഒരു മന്ത്രിയാണ് വീണ ജോർജ്. പക്ഷേ ഇപ്പോൾ അവരെ നോക്കുക, അവരെന്തുമാത്രം അവർ നേരിടുന്ന എതിർപ്പ്, അവർ നേരിടുന്ന പരിഹാസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഭീകരമായിട്ടുണ്ട്. ഇതിനൊക്കെ വലിയ ആക്സെപ്റ്റൻസ് കിട്ടുന്ന ഒരു നാടാണ് ഈ നമ്മൾ ഈ സെൻട്രൽ കേരള. അത് അവിടെ വളരെ എളുപ്പം അത് വിറ്റുപോകും. അതുകൊണ്ട് LDF ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ട, അവർക്ക് വലിയ മുമ്പോട്ട് പോകാൻ ബുദ്ധിമുട്ടുള്ള, അവർക്ക് വളരെ ഓർഗാനിക്കായിട്ട് കിട്ടുന്ന വോട്ടുകൾ മാത്രമേ ഇപ്രാവശ്യം കിട്ടാനുള്ള സാധ്യത. അല്ലെങ്കിൽ അവർക്ക് ഭരണത്തിൽ വരാൻ സഹായിക്കുന്ന ഇൻക്രിമെൻ്റൽ സീറ്റുകൾ കിട്ടേണ്ട ഈ 3 ജില്ലകളിലും ഒരു പക്ഷേ വലിയ തിരിച്ചടി. കാരണം ഒരു 20 സീറ്റിൽ 14-15 സീറ്റുകൾ UDFന് പിടിക്കാനുള്ള അവസ്ഥയിലാണ് അവർ പോകുന്നത്. ഇടുക്കി ജില്ലയിൽ മലമുകളിലുള്ള സീറ്റുകൾ, അതായത് പിന്നെ പീരുമേട്, ഉടുമ്പൻചോല, ദേവികുളം, ഈ 3 സീറ്റുകൾ പതിവ് പോലെ LDF തന്നെ ജയിക്കാൻ സാധ്യതയുണ്ട്. കാരണം അവിടുത്തെ മനുഷ്യരുടെ ജീവിതത്തിൽ വലിയ വ്യത്യാസം വരുത്താൻ വേണ്ടി സർക്കാരിന് സാധിച്ചിട്ടുണ്ട്. പട്ടയം കൊടുത്തതും മറ്റതെല്ലാം പട്ടയം അപ്പോൾ അത് പിന്നെ അവർക്കത് വാല്യൂ ആണ്. അത് ഭരണം കൊണ്ട് ശരിക്കും പ്രത്യക്ഷത്തിൽ നേട്ടമുണ്ടായ മനുഷ്യർ താമസിക്കുന്ന സ്ഥലങ്ങളിൽ അവർക്ക് ഈ കമ്മ്യൂണൽ പൊളിറ്റിക്സിൻ്റെ ഒരു പുഷ് വരാത്ത സ്ഥലങ്ങളിൽ LDFന് അഡ്വാൻറ്റേജ് ഉണ്ട്. ബാക്കിയുള്ള സ്ഥലങ്ങളിൽ LDFന് തിരിച്ചടി കിട്ടാനുള്ള സാധ്യത ഉണ്ട്. സ്ഥാനാർത്ഥികൾക്ക് വലിയ പ്രാധാന്യമുള്ള സ്ഥലമല്ലേ സർ ഇടുക്കി? ഇപ്പോൾ M മണി മത്സരിക്കുന്നില്ല എന്നൊരു സാധ്യത വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ അത് LDFന് ഒരു തിരിച്ചടിയാവാൻ സാധ്യതയുണ്ടോ? എനിക്ക് തോന്നുന്നേ ഇല്ല. എനിക്ക് അങ്ങനത്തെ ഒരു തോന്നലുമില്ല. എം എം മണി എനിക്കൊന്ന് സാധാരണഗതിയിൽ അദ്ദേഹം മത്സരിക്കേണ്ട ആളല്ല. കാരണം അദ്ദേഹത്തിൻ്റെ പ്രായത്തിൻ്റെ പ്രശ്നമുണ്ട്. എം എം മണി അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു നേതാവാണ്, സെക്രട്ടേറിയറ്റ് മെമ്പറാണ് അദ്ദേഹം. ഇത് മാത്രമല്ല, ഞാൻ ഈ എം എം മണിയായിട്ട് പത്രക്കാർ ചോദിക്കുമ്പോൾ കാണുന്നുണ്ട് ആ മനുഷ്യനിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഡിസഫെക്ഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എല്ലാ ശ്രമവും നടക്കുന്നുണ്ട്. എൻ്റെ കണക്കനുസരിച്ച് കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും വിപ്ലവകാരിയായ മനുഷ്യനാണ് എം എം മണി.
ഒരു അസംബ്ലി സീറ്റ് വെച്ചിട്ട് അദ്ദേഹം മാറി നിന്നു എന്നുള്ളത് കൊണ്ട് ഉടുമ്പൻചോലയിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും സംഭവിക്കുമെന്ന് എനിക്ക് തോന്നുന്നേയില്ല. അവിടുത്തെ മനുഷ്യർക്ക് ഈ സർക്കാരിനെ കുറിച്ച് അറിയാം. അവർക്ക് പെൻഷൻ ഒരു പ്രധാനപ്പെട്ട സംഭവമാണ്. കോട്ടയത്തും കാഞ്ഞിരപ്പള്ളിയിലുള്ള മനുഷ്യർ പെൻഷനെ കാണുന്ന പോലെയല്ല ഉടുമ്പൻചോലയിലുള്ള മനുഷ്യർ. അവർക്ക് ഇടതുപക്ഷ സർക്കാർ എത്രത്തോളം ആവശ്യമാണ് എന്നുള്ളത് കോട്ടയത്തുള്ള മനുഷ്യരെക്കാൾ കൂടുതൽ അവർക്ക് ആ കുന്നിൻ്റെ മണ്ടയിലുള്ള മനുഷ്യർക്ക് ഈ സർക്കാരിനെ കൊണ്ട് ആവശ്യമുണ്ട്. അതുകൊണ്ട് അതൊരു വലിയ ഇവിടെയൊക്കെ കോൺഗ്രസ് ജയിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഈ നിയോജകമണ്ഡലമൊക്കെ കോൺഗ്രസ് ആണ് ജയിച്ചിട്ടുള്ളത്. അദ്ദേഹം വീണ്ടും മത്സരിക്കുമെന്നും കേൾക്കുന്നുണ്ട്. രാഷ്ട്രീയം തന്നെ നിർത്തിയെന്ന് അത് പലതരത്തിലുള്ള വർത്തമാനങ്ങൾ കേട്ടു. ജയിച്ചുകൂടാന്നില്ല. പക്ഷേ അദ്ദേഹം, ഞാൻ പറയുന്നത്, ഈ പൊളിറ്റിക്കൽ വോട്ട് മനുഷ്യർ ചെയ്യുന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ. അതല്ലാതെ കമ്മ്യൂണൽ വോട്ടല്ല. ഈ അവിടെയുള്ള മനുഷ്യർ കമ്മ്യൂണൽ വോട്ടിൻ്റെ സ്ഥലമല്ല, അതൊരു പൊളിറ്റിക്കൽ വോട്ടാണ്. പിന്നെ ഉള്ളത് ആ ജില്ലയുടെ താഴെയുള്ള 2 മണ്ഡലങ്ങളാണ്, തൊടുപുഴയും പിന്നെ ഇടുക്കി ഇപ്പം റോഷി അഗസ്റ്റിന്റെ ആണ്. അത് ഈ പറയുന്ന പോലെ എല്ലാ കേരള കോൺഗ്രസ്സുകാരെയും പോലെ പുള്ളി ആ മണ്ഡലം അതിഗംഭീരമായിട്ട് നോക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അതൊക്കെ തന്നെ ജയിക്കാനാണ് തൊടുപുഴയിൽ പി ജോസഫിന്റെ മകൻ അല്ലെങ്കിൽ പി ജോസഫിനെ ജയിക്കാനാണ് സാധ്യത. ആ 2 മണ്ഡലം പ്രത്യേകിച്ച് ഒരു മാറ്റം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്.